ശരിക്കും രാഷ്ട്രീയം നോക്കാതെ അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യം, അത് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്കാണ്ടാണ്. ഇതുണ്ടോ, പ്രായത്തെ വെല്ലുന്ന ഒരു ജോലിയാണ് ആ അച്ഛനവിടെ ചെയ്യുന്നത്. കണ്ടോ, അതായത് നമ്മുടെ അനിൽ ആൻ്റണിക്ക് വേണ്ടി ബൂത്ത് റെഡിയാക്കുകയാണ്, ഇലക്ഷൻ ബൂത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അച്ഛനോടെ. ശരിക്കും ഇത് അദ്ദേഹം കാണുവാണെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് കാണണം കേട്ടോ. കാരണം ഒറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നത് കണ്ടോ, ശരിക്കും ഒറ്റയ്ക്കാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടോ. ഇതൊക്കെയല്ലേ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ, ഇല്ലെങ്കിൽ എന്താ പറയുക, രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്. പ്രായത്തെ വെല്ലുന്ന ഒരു പ്രവൃത്തി എന്നൊക്കെ പറയുന്നത് ഇതിനല്ലേ മനസ്സറിഞ്ഞ് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, എന്തിനാണ് ഒത്തിരി പേരുടെ വോട്ട്? ഇതുപോലുള്ള 1-2 പേരുടെ വോട്ട് പോരെ? ഇതുപോലുള്ള 1-2 പേരുടെ വോട്ട് പോരെ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ഇങ്ങനെ ഇത്രയ്ക്ക് ഊർജിതമായിട്ട് വളരുന്നു എന്നറിയാൻ വേണ്ടി? ഒത്തിരി പേരുടെ വോട്ടൊന്നും വേണ്ട, ഇതുപോലുള്ള 1-2-3 പേർ ഒരു സ്ഥലത്ത് കൂടിയാൽ പോരെ. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്നവരാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അണികളുള്ളത് കൊണ്ടാണ് പാർട്ടി നിൽക്കുന്നത്, നിങ്ങൾക്ക് സ്ഥാനത്ത് പിന്നെയും തുടരാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ജയിച്ചൊരു സ്ഥാനത്തിലെത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഈ അണികളെ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ റാന്നി എബനേസർ സ്കൂളിൻ്റെ അടുത്തുള്ള നിങ്ങളെ ഞാൻ കാണിച്ച ഈ ഒരു കാര്യം നടക്കുന്നത്.